ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് BMW എൻട്രി ലെവലായിട്ടുള്ള നാക്കഡ് സ്പോർട്സ് ബൈക്കായ G310 ആണ്. ഇതിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീമിയം ഡിസി വേണ്ടി പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നും തുടങ്ങുന്ന പോലെ മുൻഭാഗത്ത് തുടങ്ങുവാണെങ്കിൽ നല്ലൊരു ബൾക്കി ആയിട്ടുള്ള ഡിസൈനാണ് മുൻഭാഗത്ത് കൊടുക്കുന്നത്. ഫുള്ളി LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കാണാൻ പറ്റും. അതിൽ തന്നെ BMW ഒരു ബാഡ്ജിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി LED ആണ്, നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹെഡ് ലാമ്പാണ്. ചെറിയൊരു ഡൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോക്സ് ഒക്കെ നല്ല സൈസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗോൾഡൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് വന്നിരിക്കുന്നത്. 140 mm ട്രാവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 41 mm ഡയമീറ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. അത് 300 mm വലിയൊരു ഡിസ്ക് പ്ലേറ്റ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടയർ സൈസ് നോക്കുവാണെങ്കിൽ 17 ഇഞ്ചാണ്. 110, 70, 17 ഇഞ്ചാണ് മുൻഭാഗത്തെ ടയർ സൈസ് വരുന്നത്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. ഒരു എടുക്കുമ്പോൾ തന്നെ നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. പിന്നെ അതുപോലെ തന്നെ നേക്കഡ് റേഞ്ചിൽ വരുന്ന നല്ലൊരു സ്പോർട്സ് ബൈക്കാണ്. നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈക്ക് കൂടിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുവാണെങ്കിലും LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിന്റെ പ്ലേസിങ്ങും അടിപൊളിയായിട്ടൊരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാൻഡ് ഗാർഡ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ഇത് ഈ G310 തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ട് സാധനമാണ്, ആഫ്റ്റർ മാർക്കറ്റ് ആണ് സാധനം. പിന്നെ അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ താഴേക്ക് നോക്കുവാണെങ്കിലും മഡ് ഗാർഡിന്റെ സൈസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒരു വണ്ടിയുടെ ബൾക്ക് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലിട്ട ഡിസ്ക് നോക്കുവാണെങ്കിൽ റെഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കളറാണ്. ഈ ഒരു കളറിന് റേറ്റ് കൂടുതൽ വരുന്നുണ്ട്. 10,000 രൂപ അധികം വരുന്ന ഒരു കളർ കൂടിയാണ് ഇത്, ഈ ഒരു പാറ്റേൺ. അപ്പോൾ നമുക്ക് ഇനി നേരെ വശങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ മുൻഭാഗത്ത് തന്നെ പറഞ്ഞു പോവാം. ഇത് ഇവിടെ 310 ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈബറിന്റെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിന്റെ കാലിപ്പറൊക്കെ കാണാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ 300 mm ഡിസ്ക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ BMW ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്. വൈറ്റിൽ തന്നെ ഒരു ബ്ലൂവിന്റെയും റെഡിന്റെയും അതായത് BMW ഒരു പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രാഷ് ഗാർഡ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാസി നോക്കുവാണെങ്കിൽ റെഡിലുള്ള ഒരു ഷാസി, അതൊക്കെ ഒരു സ്പോർട്ടി ഫീൽ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ 6 സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സിന്റെ ലിവർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പെഡലൊക്കെ നല്ല ഒരു പ്രാക്ടിക്കലി നല്ല രീതിയിലുള്ള ഒരു യൂസ്ഫുൾ ആയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇതൊക്കെ ഒരു കാസ്റ്റ് അയണിന്റെ ആണ് മെറ്റൽ വന്നിട്ടുള്ളത്. പിന്നെ പിൻഭാഗത്തേക്ക് പോകണമെങ്കിൽ ചെയിൻ്റെ ഇതൊക്കെ കവറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മോണോഷോക്കാണ് പിൻഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിൻഭാഗത്തെ ടയർ വരുവാണെങ്കിൽ 17 ഇഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. 150 പിൻഭാഗത്തെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിന്റെ ടാങ്ക് നോക്കുവാണെങ്കിൽ 11 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. നല്ല ബൾക്കിയായ ഡിസൈനിലുള്ള ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല കുഷനുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പില്ലൺ സീറ്റും അടിപൊളിയാണ്. നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്രാബ് റെയിൽ നമ്മൾ ആഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു ബോക്സിന്റെ ഒരു മൗണ്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ നമ്മൾ ടോപ്പ് ബോക്സ് ആഡ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ വശങ്ങളുള്ള കാര്യങ്ങൾ. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോകാം. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ടെയിൽ ലാമ്പ് LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഈ ഒരു രീതിയിലാണ് നമ്പർ പ്ലേറ്റ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇൻഡിക്കേറ്ററും റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററും LED ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബൾക്കി ആയിട്ടുള്ള സൈലൻസർ നമുക്ക് ഈ ഒരു വശത്ത് കാണാൻ പറ്റും. പിൻഭാഗത്ത് റിമ്മും റെഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡിസ്ക് നോക്കുവാണെങ്കിൽ 240 mm ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ ഡുവൽ ചാനൽ ABS ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഷാസിയാണ് പെട്ടെന്ന് ഒരു ശ്രദ്ധയിൽപ്പെടുന്ന റെഡിൽ കൊടുത്തുകൊണ്ട് അതൊരു നല്ലൊരു സ്പോർട്ടി ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ സീറ്റ് ഹൈറ്റ് ഓവറോൾ ഞാൻ സീറ്റ് ഹൈറ്റ് ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. ഞാൻ 172 സെന്റിമീറ്റർ ആണ് എല്ലാ ഡീറ്റെയിലും പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിയുമ്പോൾ ഇതാ നല്ല രീതിയിൽ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ബാറിൽ തുടങ്ങുവാണെങ്കിൽ ഇതാ ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായി സെൽഫ് സ്റ്റാർട്ടിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിവർ നോക്കുവാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവർ കൊടുത്തിട്ടുണ്ട്. 4 ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിവറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മിററിന്റെ ഡിസൈനിങ് അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഒരു BMW ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്പോൾ നേരെ മറുഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ 3 ഇത് കാണാൻ പറ്റും. ഡിമ്മ്, ബ്രൈറ്റ്, അതുപോലെ തന്നെ DRLന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിന്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹോണിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസ് ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ലിവർ നമുക്ക് 4 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെസ്റ്റ് മിററും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള മിറർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിന്റെ മീറ്റർ ലിസ്റ്റിലേക്ക് പോകുവാണെങ്കിൽ മീറ്റർ ലിസ്റ്റ് ഓഫാക്കി ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ, ടോക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഫ്യൂൽ കേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗിയറിന്റെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ഞെക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്യാനും പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർ ലിസ്റ്റ് വന്നിരിക്കുന്നത്. കയറി ഇരിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഇതിന്റെ മുൻഭാഗത്തേക്കുള്ള ഒരു വിഷ്വൽ കിട്ടുന്നത്. അത്യാവശ്യം നല്ല ബൾക്കായിട്ടുള്ള ഇതാണ് കിട്ടുന്നത് ടാങ്ക്. അതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നല്ലൊരു കാലുകൊണ്ട് ടൈ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പാകത്തിനുള്ളൊരു ഷേപ്പും കാര്യങ്ങളാണ്. അതുകൊണ്ട് നല്ല കോൺഫിഡൻസിൽ നമുക്ക് വണ്ടി ഓടിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ
ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് വേണം പറയാം. അപ്പോൾ നമുക്ക് ഇതിന്റെ എഞ്ചിൻ നോട്ടൊന്ന് കേട്ട് നോക്കാം. അത് എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ആക്സിലേറ്റർ കൊടുക്കാണ്ടുള്ള സൗണ്ടാണിത്. ഐഡിയലിൽ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു സൗണ്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു അഗ്രസീവ് ആയിട്ടുള്ള സൗണ്ടാണ്, നല്ലൊരു പവറും, അതായത് RPM ഒരു 3 മേലെയൊക്കെ കയറുമ്പോൾ നല്ല അഗ്രസീവ് ആയിട്ടുള്ള സൗണ്ടാണ്. കുറച്ച് അത്യാവശ്യം ലൗഡുമാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ എഞ്ചിന്റെ നോട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി ഇതിന്റെ എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ 313 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പവർ വരുന്നത് 34 bhp, 9500 RPM, ടോർക്ക് വരുന്നത് 28 Nm ടോർക്ക്, 7500 RPM വരുന്ന ഒരു എഞ്ചിനാണ്. നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇതിന്റെ പിക്കപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു രീതിയിലുള്ള ഒരു എഞ്ചിനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ാണ് ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഉള്ളത്. നമ്മൾ റണ്ണിങ് ഷോട്ട് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പേരും ചൂടാണ്. നമ്മൾ ഈ ക്ലൈമറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ മരം നടാത്തതിന്റെയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എഫക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഈ ഒരു ചൂടിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.